പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ റെഡ് സ്പിയർ ഒരു പോസിറ്റീവ് ചാർജാണ്. ഒരു പോസിറ്റീവ് ചാർജ് അതിന് ചുറ്റുമുള്ള സ്പേസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു +1 കൂളം ചാർജ് അഥവാ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വയ്ക്കുകയാണ് എങ്കിൽ ആ ചാർജ് സഞ്ചരിക്കുന്ന പാതയെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് ഇമാജിനറി ലൈൻ ഓർ കർവ് നിയർ എ ചാർജ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ചാർജിന് ചുറ്റും ഇതേപോലെ വരകളൊന്നും കാണാൻ സാധിക്കില്ല. ഇതെല്ലാം ഇമാജിനറി ലൈൻസ് ആണ്. ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനുകളായിരിക്കും. ഒന്നിലധികം ചാർജുകൾ വരുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കർവ്ഡ് ലൈൻസ് ആയിരിക്കും. ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളാണ്. ഇത് ഈ ചാർജിന് പെർപെൻഡിക്കുലറായി പുറത്തേക്കാണ് സഞ്ചരിക്കുന്നത്. അതായത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. ഒരു സ്പിയറിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നത് പോലെ ആ സ്പിയറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായി എല്ലാ ഡയറക്ഷനിലേക്കും ഔട്ട്വേർഡായി ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഉണ്ടാവും. ഒരു നക്ഷത്രത്തിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നത് പോലെയായിരിക്കും ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഒരേ ഒരു വ്യത്യാസം മാത്രം, ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ റേഡിയലി ഔട്ട്വേർഡ് ആണ് എങ്കിൽ ഇവിടെ റേഡിയലി ഇൻവേർഡ് ആണ്. ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ഒരു പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ റേഡിയലി ഔട്ട്വേർഡും ഒരു നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ റേഡിയലി ഇൻവേർഡുമായിരിക്കും. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൽ എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കുന്നു. ഈ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെല്ലാം ഇൻഫിനിറ്റിയിൽ നിന്നും ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെല്ലാം റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. ഇതൊരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളാണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഒരു +Q ചാർജും ഒരു -Q ചാർജും ഇവ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അവർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷനിൽ ഇരിക്കുമ്പോൾ ഇതിനെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. ഈ 7 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഈ 7 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കുന്നു. ഈ 7 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇൻഫിനിറ്റിയിൽ നിന്നും ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഈ വിധത്തിലാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. നേരത്തെ ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിനടുത്തേക്ക് മറ്റൊരു പോസിറ്റീവ് ചാർജും കൂടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഈ വിധത്തിലായിരിക്കും. ഇവിടെ എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളും പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കുന്നു. 2 ചാർജുകൾക്കും ഇതുപോലെയായിരിക്കും. രണ്ടും പോസിറ്റീവ് ചാർജുകളായതുകൊണ്ട് ഇവയുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഈ ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കും. എല്ലായ്പ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എൻഡ് ചെയ്യുന്നത്. ഇവിടെ 2 പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും 2 നെഗറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും. ഒരേ ഒരു വ്യത്യാസം മാത്രം ഉണ്ടാവും. ഇതേ ഡയഗ്രാം ആരോ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുക. 2 പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അധിക ലൈനുകളും കേർവ്ഡ് വളഞ്ഞ വരകളായിരിക്കും. ഇവയുടെ ഡയറക്ഷനും പുറത്തേക്ക് ഔട്ട്വേർഡ് ആയിരിക്കും. 2 നെഗറ്റീവ് ചാർജുകൾ ഇതുപോലെ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഇതേപോലെ തന്നെ ആയിരിക്കും. ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും. ഡയറക്ഷൻ ഇൻവേർഡ് ആയിരിക്കും.
ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിലും ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിലും ഈ സ്ട്രെയിറ്റ് ലൈൻ ആരോ കാണിക്കുന്ന അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. എന്നാൽ ഒന്നിലധികം ചാർജുകൾ വരുമ്പോൾ കേർവ്ഡ് ലൈനുകളാണ്. ഈ കേർവ്ഡ് ലൈനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആയിരിക്കും. അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ഈ ടാൻജൻ്റാണ് ഇവിടെ ഗ്രീൻ ആരോ ആയി കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഗ്രീൻ ആരോ കാണിക്കുന്ന ഡയറക്ഷനിലായിരിക്കും. ഓരോ പോയിന്റിലും വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ ഈ ബ്ലാക്ക് ഡോട്ടിൽ വരച്ചിരിക്കുന്ന ടാൻജൻ്റാണ് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതുപോലെ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ ഗ്രീൻ ആരോ കാണിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. സാധാരണയായി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കും. ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. ഫോർ എൻ ഐസൊലേറ്റഡ് സിംഗിൾ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റി. അതായത് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആ ചാർജിൽ നിന്നും ആരംഭിച്ച് ഇൻഫിനിറ്റിയിൽ അവസാനിക്കും. അതുപോലെ തന്നെ ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻഫിനിറ്റിയിൽ നിന്നും ആരംഭിച്ച് ഈ ചാർജിൽ അവസാനിക്കും. ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഹാവ് നോ ബ്രേക്ക് ഓർ ദേ ആർ കണ്ടിന്യൂസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും. അതിനൊരിക്കലും ബ്രേക്ക് ഉണ്ടാവുകയില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. ഇവ ഒരിക്കലും മുറിഞ്ഞു പോവില്ല. ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടില്ല. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇവിടെ ബ്ലാക്ക് ഡോട്ടായി കാണിച്ചിരിക്കുന്നത്. ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കുകയാണ് എങ്കിൽ രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കാം. അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻസ് വരും. ഇതൊരിക്കലും സാധ്യമല്ല. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ ഒരേ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ കിട്ടും. ഇതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടുകയാണ് എങ്കിൽ ആ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒന്നിലധികം ഡയറക്ഷൻസ് ഉണ്ടാവും. അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടില്ല, അഥവാ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഡയഗ്രമായി കാണിക്കുന്നത് ഈ വിധത്തിലാണ്. ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ നീളമുള്ള പാരലൽ ആരോ ആയിട്ടാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കുക. ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറ്റ് എ പോയിന്റ് ഗിവ്സ് ദ സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഈ ഒരു റീജിയണിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനെ കടന്നു പോകുന്നുള്ളൂ. അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി ഓർ സ്ട്രെങ്ത് കുറവാണ്, അഥവാ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവാണ് എന്ന് പറയാം. അതേ സ്ഥാനത്ത് ഈ ഒരു റീജിയണിൽ 3 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കടന്നു പോകുന്നുണ്ട്. കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു ചെറിയ റീജിയനിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അഥവാ ഇൻറ്റൻസിറ്റി കൂടുതലാണെന്ന് പറയാം. ഇവിടെ ഒറ്റ ഇലക്ട്രിക് ഫീൽഡ് ലൈനെ കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവാണെന്ന് പറയാം. ദ ടാൻജൻറ്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അറ്റ് എ പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നത് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അഥവാ ഒരു പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ്റ് ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പുകൾ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കുമ്പോൾ ഈ 7 ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലാണ് അവസാനിക്കുന്നത്. ഒരിക്കലും നെഗറ്റീവിൽ നിന്നും തിരിച്ച് പോസിറ്റീവിലേക്ക് വരുന്നില്ല. നെഗറ്റീവിൽ നിന്നും തിരിച്ച് പോസിറ്റീവിലേക്ക് വന്നാൽ മാത്രമേ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആവുകയുള്ളൂ. പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ നെഗറ്റീവ് ചാർജിൽ നിന്നും തിരിച്ച് പോസിറ്റീവ് ചാർജിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുന്നില്ല.